സ്പെസിമെൻ റിവ്യൂ പറയും. ഇപ്പോൾ ബാഡ് ബോയ് സിനിമ ഞാൻ അഭിനയിച്ച പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മോശം റിവ്യൂ പറഞ്ഞതാണ്. ബസൂക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചതായതുകൊണ്ടല്ലോ എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല. വളരെ ത്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈ റോള് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല. ഞാൻ അഭിനയിച്ചത് ഗൗതം മേനോൻ്റെ ഒപ്പവും സിദ്ധാർത്ഥ് ഭരത്തിൻ്റെ ഒപ്പമാണ്. ഗൗതം മേനോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. പുള്ളി ചിരിക്കാൻ പുള്ളിക്കാട്ട് പോകുന്നത് അത് ജാടയല്ല, ഗൗരവം കാരണമാണ്. അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായി. കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ 1.5 ആഴ്ച ആയിട്ടുള്ളൂ, ബസൂക്ക് വരുന്നു. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഏതാണ് കൂടുതൽ ആറട്ടണ്ണന് ഇഷ്ടമായിട്ട് തോന്നിയത്? ബസൂക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം എമ്പുരാൻ കുറച്ച് ഒരു 3 മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു, മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികൾ മണ്ടന്മാരൊക്കെ ചെയ്ത്. മലയാളികൾ എങ്ങനെയാണ് എമ്പുരാൻ മണ്ടന്മാരൊക്കെ എന്ന് തോന്നുന്നത്? കാരണം ആ പടം കാണുന്ന മുമ്പേ അവർ രൂപ ഉണ്ടാക്കി കഴിഞ്ഞു, മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആ പടം ആവറേജേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. പക്ഷേ ആവറേജ് ലാലേട്ടൻ്റെ ഇപ്പോൾ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു. സാഗരിലൊക്കെ ആണെങ്കിലും ഓഡിയനാണെങ്കിലും മരക്കാരാണ് ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയാണല്ലോ, വ്യാഴാഴ്ച. ഓക്കെ, മാറിപ്പോയി. വ്യാഴാഴ്ച 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത്. 3 മലയാളം സിനിമ. മരണമാസ്, അതുപോലെ തന്നെ ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, അജിത്തിന്റെ പടം. അപ്പോൾ ഇതിൽ വിന്നർ ആയിട്ടുള്ളത് ആരാണ്? എനിക്കറിയില്ല. ആൾക്കാരെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് ജിംഖാനെ തോന്നുന്നു.